ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ മാസം ക്രിസ്മസിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ. ഈശോയെ നമ്മുടെ ജീവിതത്തിലും ഹൃദയത്തിലും കുടുംബത്തിലുമൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുക, ഇതാണ് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുക എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്ന കാര്യം. നമുക്കറിയാം, ഈശോ ലോകത്തിൽ ജനിക്കുന്ന മംഗളവാർത്ത പരിശുദ്ധ അമ്മയിൽ നിന്ന് ലോകത്തിൽ ഏറ്റവും ആദ്യം അറിഞ്ഞത് എലിസബത്ത് സക്രിയാസ് ദമ്പതിമാരാണ്. എലിസബത്ത് സക്രിയ ദമ്പതിമാരെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന മനോഹരമായ വചനമുണ്ട്. അവർ ദൈവ തിരുസന്നിധിയിൽ കുറ്റമറ്റവരായിരുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും കുറ്റമറ്റ വിധത്തിൽ അനുസരിക്കുന്നവരായിരുന്നു. എന്നാൽ അവർക്ക് മക്കളില്ലായിരുന്നു. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിൻ്റെ ഭാഗ്യമായ ഒരു അടയാളമാണ് സന്താന സൗഭാഗ്യമെന്ന് പറയുക, സന്താനലബ്ധി. എന്നാൽ എലിസബത്ത് സക്രിയ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു. അപ്പോൾ ദൈവാനുഗ്രഹങ്ങൾ ഭാഗ്യമായിട്ട് ലഭിക്കുന്നതിൻ്റെ അടയാളമെന്ന രീതിയിൽ ഇസ്രായേൽ ജനങ്ങൾ കരുതിയിരുന്ന മക്കളെ ലഭിക്കാതിരുന്ന ഈ ദമ്പതികളെക്കുറിച്ച് വിശുദ്ധത്തിൽ പറയുകയാണ്, അവർ ദൈവ തിരുസന്നിധിയിൽ കുറ്റമറ്റവരായിരുന്നു. മക്കളില്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും മനുഷ്യരുടെ ദൃഷ്ടിയിൽ കുറ്റമുള്ളവരും കുറവുള്ളവരും ബലഹീനരും ഒക്കെയായിരുന്നു. എന്നാൽ നമുക്കറിയാം, ഇവരെയാണ് ദൈവം പരിശുദ്ധ അമ്മയിൽ നിന്നും തൻ്റെ ജനനത്തിൻ്റെ വാർത്ത ഏറ്റവും ആദ്യമായി അറിയാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ലോകം പറയുന്ന പല മാനദണ്ഡങ്ങളും അനുസരിച്ച് പലപ്പോഴും നമ്മൾ കുറ്റക്കാരും കുറവുള്ളവരും ബലഹീനരുമൊക്കെ ആയിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളുമൊക്കെ കുറ്റമറ്റ വിധത്തിൽ അനുസരിച്ചാൽ ദൈവ തിരുസന്നിധിയിൽ നീതിയുള്ളവരും നന്മയുള്ളവരൊക്കെയായി ദൈവം നമ്മളെ കരുതുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ കുറവുണ്ടോ ബലഹീനതയുണ്ടോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും ആകൽപ്പെടേണ്ട കാര്യമില്ല. ദൈവ തിരുസന്നിധിയിൽ കുറ്റമറ്റവരായിരിക്കാൻ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളുമൊക്കെ അനുസരിച്ച് ജീവിക്കുവാൻ, എവിടെയെങ്കിലും കുറവ് വന്നാൽ അത് തിരുത്തുവാൻ ഒക്കെയുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നിങ്ങളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.